വേണം സീപ്ലെയിൻ പദ്ധതി. സീപ്ലെയിൻ പദ്ധതി ഇരുകൈയും നീട്ടി സ്വീകരിക്കാൻ ഒരുക്കമാണ് ആലപ്പുഴയിലെ വിനോദസഞ്ചാര മേഖല. സീപ്ലെയിൻ പദ്ധതിക്കായി കൊച്ചിയെ പരിഗണിച്ചതിലാണ് ഇവരുടെ പരാതി. 2013 ഉമ്മൻചാണ്ടി സർക്കാർ പദ്ധതി നടപ്പിലാക്കുമ്പോൾ ആലപ്പുഴയായിരുന്നു ഒരു കേന്ദ്രം. ടൂറിസം വകുപ്പ് മുൻകൈയെടുത്ത് പദ്ധതി ആലപ്പുഴയിലേക്ക് കൊണ്ടുവരണമെന്നാണ് വിവിധ ഹൗസ് ബോട്ട് അസോസിയേഷനുകളുടെ ആവശ്യം. കോടികൾ ചിലവഴിച്ച് എങ്ങുമെത്താതായ ടൂറിസം സർക്യൂട്ട് പദ്ധതി, മുടങ്ങിപ്പോയ സീപ്ലെയിൻ, പുന്നമടയിൽ പൊട്ടിത്തകർന്നു നിൽക്കുന്ന ടൂറിസം ആസ്ഥാനം, അവഗണനയുടെയും കെടുകാര്യസ്ഥതയുടെയും ഒരുപാട് ഉദാഹരണങ്ങളുണ്ട് ആലപ്പുഴയ്ക്ക്. കായൽ ടൂറിസത്തിന്റെ രാജ്യത്തിലെ തന്നെ പ്രധാന ഹബ്ബാണെങ്കിലും സർക്കാരിന്റെ സഹായം പേരിന് മാത്രമാണ് ജില്ലയ്ക്കുള്ളത്. ടൂറിസം വകുപ്പിന്റെ കണക്ക് പ്രകാരം 31,403 വിദേശ വിനോദസഞ്ചാരികളാണ് കഴിഞ്ഞ വർഷം ജില്ലയിലെത്തിയത്. ആഭ്യന്തര ടൂറിസ്റ്റുകളാകട്ടെ 7,44,352 പേർ. കേരളത്തിന്റെ തന്നെ പ്രധാന വരുമാന മാർഗമാണ് ആലപ്പുഴയിലെ കായൽ ടൂറിസവും ഹൌസ് ബോട്ടുകളും. ആയിരക്കണക്കിന് കുടുംബങ്ങളിൽ നിന്നായി 50,000-ഓളം കായൽ മേഖലയിലെ ആളുകളാണ് അനുബന്ധ തൊഴിൽ ഏർപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ആലപ്പുഴയുടെ സാധ്യതകൾ മനസ്സിലാക്കി ഉമ്മൻചാണ്ടി സർക്കാർ സീപ്ലെയിൻ പദ്ധതിക്കായി ഉദ്ഘാടന പറക്കലിന് ജില്ലയെ തെരഞ്ഞെടുത്തത്. അന്ന് പ്രതിഷേധമുയർത്തിയ ഇടതുപക്ഷം ഇന്ന് ആഘോഷമാക്കി പദ്ധതി നടപ്പാക്കുമ്പോൾ ആലപ്പുഴയെ പരിഗണിക്കുന്ന കാര്യത്തെക്കുറിച്ച് മൗനം പാലിക്കുകയാണ്. എന്നും തഴയാൻ വിധിക്കപ്പെട്ട ഒരു ജില്ല എല്ലാ തരത്തിലും, അതിനോടൊപ്പം തന്നെ ടൂറിസം മേഖലയും തഴഞ്ഞു പോവുകയാണ്. നമ്മൾ നോക്കുകയാണെങ്കിൽ 10-25 വർഷമായി ഈ ഹൗസ് ബോട്ട് മേഖല ഇവിടെ ടൂറിസം രംഗത്ത് കേരളത്തിന്റെ മുഖമുദ്രയായി മാറിയിരിക്കുകയാണ്. എന്നിട്ട് പോലും സർക്കാരിന്റെ ഭാഗത്തുനിന്നോ രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗത്തുനിന്നോ ഒരു രീതിയിലുള്ള സഹായ സഹകരണങ്ങളും ഇതുവരെ അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. വഞ്ചനാപരമാണ് സർക്കാരിന്റെ നിലപാടെന്നാണ് ആക്ഷേപം. പദ്ധതി നടപ്പാക്കുകയാണെങ്കിൽ ഉദ്ഘാടനം മാത്രമായി ചുരുക്കാതെ ഗുണകരമാകുന്ന രീതിയിൽ തുടർന്നും മുന്നോട്ട് പോകണമെന്നാണ് പരാജയപ്പെട്ട മെഗാ ടൂറിസം സർക്യൂട്ട് പദ്ധതിയെ ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടി ഈ മേഖലയിലുള്ളവർ പറയുന്നത്. ലക്ഷങ്ങൾ മുടക്കി പണിത് പിന്നീട് പൊളിച്ചുകളയേണ്ടി വന്ന പള്ളാത്തുരുത്തിയിലെ അമ്യൂണിറ്റി സെന്റർ നിരവധി ഉദാഹരണങ്ങളിൽ ഒന്ന് മാത്രമാണ്. എൻ്റെ ഈ പിന്നിൽ കാണുന്ന ഈ പൊളിച്ച ഭാഗമാണ്, ഈ പാലത്തിന് താഴെയോട്ടുള്ളത് ഒരു ടൂറിസം സർക്യൂട്ടിൻ്റെ ഭാഗമായിട്ട് പണി കഴിപ്പിച്ച ഒരു അമ്യൂണിറ്റി സെൻ്ററാണ്. എല്ലാവിധ സൗകര്യങ്ങളോടും കൂടി പണി കഴിപ്പിച്ച ഈ അമ്യൂണിറ്റി സെൻ്റർ ഒരു ദിവസം പോലും സഞ്ചാരികൾക്കോ ആർക്കും തന്നെ ഇത് തുറന്നു കൊടുക്കാതെ ഇത് CRS പരിധിയിൽപ്പെടുന്നു എന്ന കാരണത്താൽ പഞ്ചായത്ത് നമ്പർ നൽകാതെ കുറേ കാലം കിടക്കുകയും അത് നശിച്ച് സാമൂഹ്യ വിരുദ്ധരും മീൻപിടുത്തക്കാരും അന്യസംസ്ഥാനക്കാരായ മീൻപിടുത്തക്കാർ അവരുടെ താവളമായിട്ട് ഉപയോഗിച്ചുകൊണ്ട് ആ കെട്ടിടം കുറേ കാലം അവർക്ക് ഉപയോഗപ്പെട്ടു. പക്ഷേ അത് ഇത്രയും മുതൽ മുടക്കി പണിത ഈ ഒരു സംവിധാനം ഇവിടെ ആർക്കും തന്നെ ടൂറിസ്റ്റുകൾക്കോ ഇവിടെ മുതൽ മുടക്കിയിരിക്കുന്ന സംരംഭകർക്കോ ഉപകാരപ്രദമായിട്ടുള്ള രീതിയിൽ നടന്നില്ല. സീപ്ലെയിൻ പരിസ്ഥിതിക്ക് ദോഷകരമല്ലെന്ന് കണ്ടെത്തിയിട്ടും മത്സ്യത്തൊഴിലാളികളുടെ പുനരുജ്ജീവന പദ്ധതിയായി അത് മാറ്റാൻ കഴിയുമെന്ന് മനസ്സിലാക്കിയിട്ടും ഒട്ടും ഗുണകരമല്ലാത്ത മൗനമാണ് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. ടൂറിസം രംഗത്തെ ആലപ്പുഴയുടെ പ്രശ്നങ്ങൾ കണ്ടെത്താനും ചർച്ച ചെയ്ത് പരിഹരിക്കാനും വകുപ്പ് മന്ത്രിയുടെ നേതൃത്വത്തിൽ യോഗം വിളിച്ചു ചേർക്കണമെന്നാണ് ആവശ്യം. പ്രതിഷേധത്തെ ഭയന്ന് സർക്കാർ പദ്ധതിയുമായി ഒളിച്ചോടുകയല്ല വേണ്ടത്. ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ ഈ ജില്ലയോട് കാണിക്കുന്ന, അല്ലെങ്കിൽ ഭരണകക്ഷികൾ ഈ ജില്ലയോട് കാണിക്കുന്ന, അല്ലെങ്കിൽ ഈ വ്യവസായത്തിനോട് കാണിക്കുന്ന തീർത്തും അവഗണനാപരമായ ഒരു സമ്പ്രദായമാണ് ഇവിടെ തുടർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. സർക്കാർ ആത്മാർത്ഥമായി വിചാരിച്ചാൽ എതിർപ്പുമായി മുന്നിട്ടിറങ്ങിയ മുന്നണിയിലെ തന്നെ കക്ഷിയായ CPI കാര്യങ്ങൾ ബോധ്യപ്പെടുത്താനാകുമെന്നാണ് എല്ലാവരുടെയും പ്രതീക്ഷ. അങ്ങനെയല്ല, കൊച്ചി എയർപോർട്ടിൽ നിന്ന് മാട്ടുപ്പെട്ടി ഡാമിലേക്ക് മാത്രം സർവീസ് നടത്താനാണ് സീപ്ലെയിനെങ്കിൽ CPI ജില്ലാ സെക്രട്ടറി TJ ആഞ്ചലോസ് മുഖപത്രത്തിൽ എഴുതിയതുപോലെ സാമ്പത്തികമായി വിജയം കണ്ടെത്താനാകാതെ സമരം ചെയ്തു തോൽപ്പിച്ച കേരളത്തിലെ മുൻ പദ്ധതികളിൽ ഒന്നുപോലെ സീപ്ലെയിന്റെ രണ്ടാം വരവിനെയും ചരിത്രത്തിൽ നമുക്ക് അടയാളപ്പെടുത്താം. ശരണ്യ സ്നേഹജൻ, News 18, ആലപ്പുഴ.